അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു മത്തനും ക്യാരറ്റും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതിനൊരു കപ്പ് വെള്ളം ആദ്യം കുക്കറിൽ കൊടുക്കുക. കുക്കർ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് അതിൽ കുറച്ച് ഉപ്പിടുക. അതിൻ്റെ ശേഷം മത്തന് ഇടുക. ഇത് ഒരു ചെറിയ പീസ് മത്തന് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ ഇവിടെ, അതുകൊണ്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. ഈ മത്തൻ തീരെ മധുരമില്ലാത്തതാണ്, മൂത്തിട്ടില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ മത്തന് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ. നല്ല മൂത്ത മത്തനുണ്ടെങ്കിൽ പിന്നെ ക്യാരറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു 3 കുറച്ച് ക്യാരറ്റ് എടുത്ത് ചോപ്പറിലിട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തതാട്ടോ. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലാവരുത്, കുറച്ച് ഇടാൻ പാടുള്ളൂ. പുറത്തുനിന്ന് വരുന്ന മത്തനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിന് മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിലൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കുക്കർ മൂടി വെക്കുക. മൂടി വെച്ചിട്ട് 2 വിസിൽ വന്നാൽ മതി. എന്നിട്ട് നമുക്ക് തുറക്കാം. അപ്പത്തിന് വന്നിട്ടുണ്ടാവും. ഇനി അത് വെന്ത് വരുമ്പോഴത്തേനും അതിലുള്ള അരപ്പുകളൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഒരു 3 വലിയ ടേബിൾ സ്പൂണ്, ഒരു 3-3.5 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കുറച്ചൊരു നുള്ള് ജീരകം ഇട്ടിട്ടുള്ളൂ. 5-6 കുഞ്ഞുള്ളി എത്ര കൂടിയാലും ടേസ്റ്റ് കൂടുതലാട്ടോ. നല്ല എന്തിലായാലും കുഞ്ഞുള്ളി കൂടുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് വരും. പിന്നെ മുളക്, ഇത് എരിവില്ലാത്ത മുളകായിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ 3-4 മുളകിൻ്റെ ആവശ്യം വരുള്ളൂ. ഇത്രയും മത്തന് കുറച്ച് മത്തനിലുള്ളൂ. അതുകൊണ്ടൊരു 4 മുളകിൻ്റെ ആവശ്യം വരുള്ളൂ. ഇത് തീരെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വെന്ത് വരുമ്പോഴത്തേന് ഈ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. മത്തനെ ഞാൻ മെല്ലെ ഒന്ന് ഉടച്ചെടുക്കാം. മത്തനും പയറും വെച്ചിട്ടാണ് അധികം ആൾക്കാർ ചെയ്യാറുള്ളത്. പയറില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ ടേസ്റ്റാണ്. നല്ല മധുരമുള്ള മത്തൻ, നല്ല മൂത്ത മത്തനാണെങ്കിൽ പയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് അരപ്പ് ഒഴിക്കുക. നല്ലോണം അരിയണമൊന്നുമില്ല കേട്ടോ. തേങ്ങ കറിക്ക് അരയണ അതേപോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ സ്റ്റൗ സ്പീഡ് കുറവാണ്. ചെയ്യണത് സാധാ സ്റ്റൗ ആണ് നല്ലത്. മോഡേൺ കിച്ചണിൽ മോഡേൺ സ്റ്റൗ ഒരുപാട് കാലം നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേട് വരും. ചെറിയൊരു ഉപ്പും കൂടി ആവശ്യമുണ്ട്. ഇത് കടുക് പൊട്ടിക്കാൻ ആവശ്യമുള്ളത്
വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ മതി, അധികം വേണ്ട. അത് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് കടുകിടുക. എണ്ണ ചൂടായാൽ നോക്കിയതാണ്. കുറച്ച് കടുകിട്ട് നോക്കിയാൽ മതി എണ്ണ ചൂടായോ എന്നുള്ളത്, പൊട്ടുന്നത് ഉണ്ടോ എന്നുള്ളത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇല നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മത്തൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. മധുരമുള്ള കറി ആവുമ്പോൾ അധികം എരിവില്ല. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.